ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം 3 സ്ലൈസസ് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരവിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തേങ്ങാക്കൊത്തായിട്ടോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതിയില്ലേ, അത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചിരവിയിട്ട് ചേർത്താലും മതി കേട്ടോ. ഇനി ഇത് രണ്ടും നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു സ്നാക്കിന് നല്ലൊരു മധുരം വേണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ കറക്കി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കോഴിമുട്ട ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കോഴിമുട്ട ചേർത്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇതിലേക്ക് ഇനി എത്രത്തോളം ബ്രെഡ് ചേർക്കണമെന്ന് മനസ്സിലാവുള്ളൂ. ആദ്യം നമ്മൾ 3 സ്ലൈസസ് ബ്രെഡാണ് ചേർത്തത്. പിന്നെ ഒരു 4 സ്ലൈസസ് ബ്രെഡ് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇത് ഉരുട്ടിയെടുക്കണം. ആ ഒരു പാകത്തിൽ ഇത് നല്ല പോലെ കുഴച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ബോൾ ഷേപ്പിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ വേറൊരു വേർഷന് നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഈ ഒരു സ്നാക്കിലേക്ക് നന്നായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല മധുരം വേണം ഈ ഒരു സ്നാക്ക്. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് പൊതുവേ നല്ല പോലെ എണ്ണ കുടിക്കും, പക്ഷേ ഈ ഒരു സ്നാക്ക് ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ. കാരണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്